നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ആദ്യം നോക്കാം. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ 7. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. 1 BR അംബേദ്കർ, 2 KM മുൻഷി, 3 മുഹമ്മദ് സാദുള്ള, 4 അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, 5 N ഗോപാലസ്വാമി അയ്യർ, 6 DP ഗെയ്ത്താൻ, 7 BL മിത്തർ. ഗെയ്ത്തറിനു പകരമായി TT കൃഷ്ണമാചാര്യയും മിത്തിനു പകരമായി N മാധവറാവും അംഗങ്ങളായി. എന്നാലും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. അംഗങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വന്നില്ല. അടുത്തതായി നോക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതികളും അധ്യക്ഷന്മാരും നോക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏതൊക്കെ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു എന്ന് നോക്കാം. സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, ഫ്ലാഗ് കമ്മിറ്റി. ഇത്രയും കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, ഫ്ലാഗ് കമ്മിറ്റി. അടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ഏതൊക്കെ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു എന്ന് നോക്കാം. മൗലികാവകാശ ഉപദേശക കമ്മിറ്റി, ന്യൂനപക്ഷ കമ്മിറ്റി. ഈ 2 കമ്മിറ്റിയുടെയും അധ്യക്ഷനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശ ഉപദേശക കമ്മിറ്റിയുടെയും ന്യൂനപക്ഷ കമ്മിറ്റിയുടെയും അധ്യക്ഷനായിരുന്നു. ന്യൂനപക്ഷ ഉപകമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു HC മുഖർജി. ന്യൂനപക്ഷ ഉപകമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു HC മുഖർജി. ന്യൂനപക്ഷ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലും ന്യൂനപക്ഷ ഉപകമ്മിറ്റിയുടെ അധ്യക്ഷൻ HC മുഖർജിയുമാണ്. അതുപോലെ മൗലികാവകാശ ഉപദേശക ഉപകമ്മിറ്റിയുടെ അധ്യക്ഷൻ JB കൃപലാനി. മൗലികാവകാശ ഉപദേശക കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ, ഉപകമ്മിറ്റിയുടെ JB കൃപലാനി. അതുപോലെ ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യ. ജവഹർലാൽ നെഹ്റു ഏതൊക്കെ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു എന്ന് നോക്കാം. 1 സ്റ്റേറ്റ് കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഏതൊക്കെ? സ്റ്റേറ്റ് കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ആൻഡ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്ന കമ്മിറ്റികളാണ് സ്റ്റേറ്റ് കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. അടുത്തത് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു KM മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു KM മുൻഷി. ഭാഷാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മൂർത്തി സത്യനാരായണ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ അധ്യക്ഷനായിരുന്നത് ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ. അടുത്തത് ആമുഖം, പ്രിയാമ്പിൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നതാണ് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. എന്നാണ് 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതത്തിലെ ജനങ്ങൾ
എന്നാണ് തുടങ്ങുന്നത്. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് USA-യിൽ നിന്ന്, അമേരിക്കയിൽ നിന്നാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് USA-യിൽ നിന്നാണ്. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഡേഷാണ്, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ആമുഖം. ആമുഖം അനുസരിച്ച് ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇന്ത്യ. ആമുഖം അനുസരിച്ച് അത് ഓർത്തു വയ്ക്കാനുള്ള ഒരു കോഡാണ് പസോമ ജെറി. PA പറഞ്ഞ പരമാധികാര, SO സോഷ്യലിസ്റ്റ്, MA മതേതര, JE ജനാധിപത്യ, RI റിപ്പബ്ലിക്. പസോമ ജെറി. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 1976. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 1976. 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മാറ്റം വരുത്തിയത്. അപ്പോൾ 1976-ലാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത്. 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മാറ്റം വരുത്തിയത്. എത്ര പ്രാവശ്യം ആമുഖത്തിൽ ഭേദഗതി മാറ്റം വരുത്തി? ഒരു പ്രാവശ്യം. ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അതാണ് 42ാം ഭരണഘടനാ ഭേദഗതി 1976-ൽ. 42ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ സെക്കുലർ, സോഷ്യലിസ്റ്റ്, ഇന്റഗ്രിറ്റി. സെക്കുലർ, സോഷ്യലിസ്റ്റ്, ഇന്റഗ്രിറ്റി. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നത് ഫക്രുദ്ദീൻ അലി മുഹമ്മദും ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആയിരുന്നു. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ബിരുബാറി കേസ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ബിരുബാറി കേസ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ്. അപ്പോൾ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ബിരുബാറി കേസും ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ്. ബിരുബാറി കേസ് 1960-ലും കേശവാനന്ദ ഭാരതി കേസ് 1973-ലുമാണ്. അടുത്തത് ആമുഖത്തെ വിശേഷിപ്പിച്ചവർ. നോക്കാം. രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. അതുപോലെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് NA പൽക്കിവാല. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ആത്മാവെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അപ്പോൾ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷി, ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് NA പൽക്കിവാല, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ്, ഭരണഘടനയുടെ ആത്മാവെ താക്കോൽ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും ഭരണഘടനാ നിർമ്മാണ സമിതികളും അധ്യക്ഷന്മാരും അതുപോലെ ആമുഖവും ആമുഖത്തെ വിശേഷിപ്പിച്ചവരുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.